ഓരോ ബിൽഡിങ്ങിൻ്റെ ഒക്കെ തിളക്കമുണ്ട. നിൽക്കുന്ന നിൽപ്പ് കണ്ട ഈ രണ്ട് ഐലൻഡുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ആദ്യകാലത്തെ അമേരിക്കയിലെ ബ്രിഡ്ജായിരുന്നു ഈ ഏത് ബ്രിഡ്ജ്? ബ്രൂക്ലിൻ ബ്രിഡ്ജ്. അന്ന് ഈ റോഡിൽ കൂടെയൊക്കെ പോയ ആളുകളും കാളവണ്ടികളും കുതിരവണ്ടികളും പിന്നെ എന്താ പറയുക ആദ്യകാല മോട്ടോർ കാറുകളും ഒക്കെ നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക. അന്ന് അതിനുവേണ്ടി ഉണ്ടാക്കിയാണ്. അന്ന് കാറൊന്നുമില്ല. 1880 ഉണ്ടാക്കിയല്ലേ. കുതിരകളൊക്കെ ആയിരിക്കും ഇതിലധികം പറഞ്ഞിട്ടുണ്ടാവുക. അന്ന് കുതിരയും കാളവണ്ടികളൊക്കെ ആയിരുന്നു. അന്നത്തെ കാലത്തൊക്കെ ഈ നഗരങ്ങളെയൊക്കെ ഇങ്ങനെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യർ പാടുപെട്ടിരുന്നു അല്ലേ. ഇങ്ങനെ വടം കെട്ടി ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ, സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ടാക്കാനൊക്കെ പ്ലാനിട്ട് അവരങ്ങ് ഉണ്ടാക്കാൻ ഇറങ്ങി ഇങ്ങ് തിരിക്കുകയാണ്. അതിൻ്റെ മുന്നിൽ കുറേ ആളുകളുണ്ടാവും. അത് കേട്ടോണ്ട് ശരി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘം അതിൻ്റെ പിന്നിൽ ഇറങ്ങി പോകുന്നത്. അതൊക്കെയാണ് ചരിത്രം സൃഷ്ടിക്കുന്ന ആളുകൾക്ക് ഒന്നും നോക്കാനില്ല. നമ്മുടെ ബ്രസീലിൽ പോയപ്പോഴേ ബ്രസീലിലെ ഷുഗർ ലോഫ് മൗണ്ടൻ എന്നൊരു മൗണ്ടൻ ഉണ്ട്. ആ 2 മൗണ്ടനുകളുടെ മുകളിൽ കൂടെ കേബിൾ കാർ ഉണ്ടാക്കി ഒരു ഒറ്റ മനുഷ്യൻ. അയാൾ എല്ലാ സ്വത്തും വിറ്റിട്ട് അയാൾ ആ പണി ചെയ്തു. ആലോചിച്ചു. ഇതൊക്കെ നമ്മുടെ നാട്ടിലാരെങ്കിലും ഉണ്ടോ? പ്രൗഡ് ടു ബി ഇന്ത്യയിൽ നിന്ന് പറയാമെന്നല്ലാണ്ട് അതിനുള്ള ആളുകൾ വരണം, വന്നുകൊണ്ടേയിരിക്കണം, പറയാതെ അവർ ചെയ്തുകൊണ്ടിരിക്കണം കാര്യങ്ങൾ. അപ്പോഴേ നമ്മുടെ രാജ്യം ഗ്രേറ്റ് ആവുള്ളൂ. അല്ലാതെ നമ്മൾ കാണുന്ന പോലെ ഈ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ഗ്രേറ്റായി വന്നത് സർക്കാർ മാത്രമല്ല, ഓരോ വ്യക്തികൾ ഇറങ്ങി പുറപ്പെടുകയാണ്. ഇത് എൻ്റെ രാജ്യമാണ്, എൻ്റെ രാജ്യം ഗംഭീരമാവണം അത് പറഞ്ഞിങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. അത് അവരുടെ സ്വത്തുക്കളൊക്കെ വിറ്റ് തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഷുഗർ ലോഫ് മോഡലിലേക്കുള്ള കേബിൾ കാർ ഇന്ന് എന്ത് രസമായിട്ടാണെന്നറിയാതെ പണിയുന്നത്. അത്ര കോടികളാണ് വരുന്നത്. എത്ര രാജ്യങ്ങൾ എന്നുള്ള ആളുകളാണ് അവിടെ ആ അതിൽ കയറാൻ വരുന്നതെന്നറിയാം. അതായത് നമ്മുടെ ലോകാത്ഭുതങ്ങളിലൊന്നായ ക്രൈസ്റ്റ് റെഡീമറിൻ്റെ അടുത്തുള്ള ഒരു കേബിൾ കാറിൻ്റെ കാര്യമാണ്. 2 ഷുഗറിൽ ഭയങ്കര കൂറ്റൻ ഒറ്റക്കല്ല് പാറകളാണ്. മല എന്നതിനാണ്, പക്ഷെ ഒറ്റക്കല്ലിങ്ങനെ കുല്ലി നിൽക്കുകയാണ്. ഷുഗർ ലോഫ് മൗണ്ടൻ എന്നാണ് പറയുന്നത്. ആ മൗണ്ടൻ്റെ മുകളിലേക്ക് 2 മൗണ്ടനുകളുടെ മുകളിലേക്ക് കേബിൾ കാർ വലിച്ചുകയാണ് സ്വത്തുക്കളൊക്കെ വിറ്റിട്ട്. എന്നിട്ട് അദ്ദേഹം അത് ഒരു വമ്പൻ സക്സസ്സായി. അത് ഇപ്പോൾ ഇന്നും ലോകത്തിൻ്റെ ഒരു വലിയ ഒരു അത്ഭുതമായിട്ട് ആ ഇത് വർക്ക് ചെയ്യാണ്. കോടികൾ സമ്പാദിച്ചുകൊണ്ട് രാജ്യത്തിനും കൊടുക്കുന്നുണ്ട്. ആ വ്യക്തികൾ മരിച്ചുപോയി. പക്ഷെ അത് അങ്ങനെ ഓരോ ഗ്രേറ്റ് ആയിട്ടുള്ള മനുഷ്യരുണ്ട്. നമുക്ക് ശേഷം നമ്മൾ അറിയപ്പെടണം എന്നല്ല അവരാഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യം അറിയപ്പെടണം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ സഹോദരൻ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ നാട്ടുകാർ. അവരറിയപ്പെടണം, അവർക്ക് ഗ്രേറ്റ്നെസ് വേണം, അവരോരോരുത്തരും ഗ്രേറ്റ് ആണെന്ന് അറിയപ്പെടണം എന്നുള്ളതിലാണ് അവരൊക്കെ ഇത് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് പേരെടുക്കണം, ഞാൻ വലിയവനാകണം ഒന്നല്ല, നമ്മൾ വലിയവരാകണം. നമ്മൾ ബ്രൂക്ലിൻ ബ്രിഡ്ജ് പിന്നീടാണ് ഒത്തിരി സ്നേഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ ന്യൂയോർക്കിൽ നിന്ന് ട്രാവൽ ചെയ്യുകയാണ്.